ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഹോണ്ട ജാസ് ആണ്. ജാസ് 2015 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 1,00,000 അടുത്ത് കിലോമീറ്റർ ആയിട്ടുണ്ട്. 90 ആ റേഞ്ച് ആയിട്ടുണ്ട്. 90-99 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കര ഹാർഡാണ്. കസ്റ്റമർക്ക് മൈന്യൂട്ട് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. ഒരു ഹെവി ആയിട്ടുള്ള കംപ്ലൈൻ്റ് അല്ല. അതിപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള വണ്ടിയല്ല, പക്ക നീറ്റ് വണ്ടി. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കംപ്ലൈൻറ്റുകൾ. ക്ലച്ച് ഹാർഡ് ഉണ്ട്, അതൊക്കെ. ബാക്കിയുള്ളതെല്ലാം റൈറ്റ് സൈഡ് സസ്പെൻഷൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അത് വന്നിട്ട് ലിങ്ക് റോഡിന് അത് കസ്റ്റമർ തന്നെ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞും തരുന്നുണ്ട് ഇന്ന കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. ലിങ്ക് റോഡിൻ്റെ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് ഒരു പുള്ളിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്, റൈറ്റ് സൈഡിലേക്ക്. അതുമാത്രമല്ല, ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെഡലിലേക്ക് ചെറിയൊരു വൈബ്രേഷൻ ഇതിനകത്ത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊന്ന് കാലിങ്ങനെ പയ്യെ ഇങ്ങനെ തൊട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് ഒരു കുടച്ചലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലിലേക്കും നമ്മൾ ആ കാലിരിക്കുന്ന ആ ഭാഗം, ചേസിൻ്റെ ആ ഭാഗത്തേക്കും നല്ലവണ്ണം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സ്റ്റെബിലിങ്കിൻ്റെ ഒക്കെ ചെറിയൊരു മൈന്യൂട്ട് സൗണ്ടാണ്. അത് കസ്റ്റമർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഇന്നോവ സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സർവീസ് ചെയ്ത് കൊടുത്ത് ഇഷ്ടപ്പെട്ട് കൊണ്ടാണ് നമുക്ക് ആളുടെ തന്നെ വണ്ടി തന്നെയാണ് ഇതും. ആ വണ്ടി എറണാകുളത്ത് നിന്ന് സർവീസ് ചെയ്ത് പോയി ഒരു 2 ആഴ്ചയായി ഇന്നോവ സർവീസ് ചെയ്ത് പോയിട്ട് എറണാകുളത്ത് നിന്ന് വന്നു തന്നെയാണ്. അത് കൊണ്ടുപോയിട്ട് ആളുടെ വണ്ടി അടുത്തൊരു വണ്ടിയും കൂടെ നമുക്ക് സർവീസിന് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്. അപ്പോൾ ഹോണ്ട ജാസ് ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേങ്കിൽ നമുക്ക് ഈ കുറച്ചായിട്ടുള്ള ചെറിയ കംപ്ലൈൻറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനായിട്ട് തന്നിരിക്കുന്നത്. സമയം ഏകദേശം 9:45 രാത്രിയാണ് വന്ന് ഞാൻ KSRTC ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരികയാണ്. നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വരുന്നത്. നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് KSRTC സ്റ്റാൻഡിലേക്ക് ഏകദേശം ഒരു 20 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഞാൻ തിരിച്ചു കൊണ്ടാക്കി. അപ്പോൾ ഇനിയിപ്പോൾ ആര് വന്നാലും അങ്ങനെ തന്നെയാണ്, ഞാൻ തിരിച്ച് അവിടെ സ്റ്റാൻഡിൽ കൊണ്ടാക്കി കൊടുക്കും. ബസ് സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ, ബസ് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബസ്സിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ പോകാണെന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് അവിടെ കൊണ്ടാക്കി കൊടുത്തിട്ട് അവർ പിന്നെ അങ്ങനെ ഡയറക്റ്റ് പോക്കോളും. പിന്നെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വിളിക്കുകയാണ് ചെയ്യാറ്. അപ്പം നമുക്കിതിൽ ചെയ്യാനുള്ളത് ക്ലച്ച് സെറ്റ് മാറണം, അതുപോലെ തന്നെ സ്ലീവ് സിലിണ്ടർ മാറണം. സ്ലീവ് സിലിണ്ടർ നമുക്ക് ഒറിജിനൽ തന്നെ ഇടണം. ഒറിജിനൽ ഇട്ടാൽ തന്നെ നിൽക്കുള്ളൂ ഹോണ്ടയ്ക്ക്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ലീക്ക് വരും. ലീക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെഡൽ കിട്ടില്ല. പെഡൽ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഡ്രെയിനായി പോയിട്ട് നമുക്ക് പെഡൽ ഇടയ്ക്കിടയ്ക്ക് ഹാർഡാകാൻ തുടങ്ങും. പിന്നെ വെറുതെ നമ്മൾ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതല്ലാതെ നമുക്ക് അത് ഇടാം. ക്ലച്ചിൻ്റെ സ്ലീവ് സിലിണ്ടർ ഓയും, അതുപോലെ ക്ലച്ച് സെറ്റ് നമുക്ക് മാറ്റിവിടാം. അതുപോലെ സ്റ്റെബിലിംഗ് ഒരെണ്ണം മാറ്റിവിടാം. ഫ്രണ്ടിലെ ഡിസ്ക് അഴിച്ചൊന്ന് പോളിഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അത് സാധാരണ ലേത്തുകളിൽ കൊടുത്തിട്ട് നമ്മൾ പോളിഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. ഇതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ഉണ്ട് ഡിസ്ക് പോളിഷിങ്ങിനായിട്ട്. അവിടെ കൊടുത്താൽ തന്നെ അത് കറക്റ്റ് ആവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ പോളിഷ് ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് നമുക്ക് പെഡൽ വൈബ്രേഷനായിട്ട് തന്നെ ഫീൽ ചെയ്യാം. അത് പക്കയായി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അതുപോലുള്ളൊരു മെഷീൻ ഷോപ്പ് നമുക്ക് ഉണ്ട് ഇവിടെ പാലക്കാട് ടൗണിൽ. അവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഡിസ്ക് പോളിഷിങ് കൊടുക്കുന്നത്. അത് പക്കയായിട്ട് ക്ലിയറായിട്ട് ചെയ്തും തരും. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കും കൂടെ ഉണ്ട് ഇതിനകത്ത്. പെഡൽ ഇടയ്ക്ക് എന്താ പാഡ് മാറിയതാണ്. കാലിപ്പർ പിന്നെ എന്തൊക്കെയോ ഷിം ചെയ്തിട്ടുണ്ട്, പുഷ് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കസ്റ്റമർ. എന്തായാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെക്ക് ചെയ്തിട്ട് നോക്കാം, അത് ക്ലിയർ ആക്കി കൊടുക്കാം. പിന്നെ ജാസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ജാസല്ല, ഹോണ്ട അമേസ്, ഹോണ്ടയുടെ മിക്ക ഡീസൽ വണ്ടിയും 2015 റേഞ്ചിലുള്ളൊക്കെ വണ്ടിയൊക്കെ നല്ല മൈലേജാണ്. നല്ല മൈലേജ് പറഞ്ഞാൽ നമുക്കൊരു ബൈക്ക് ഓടിച്ച് കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കാം. ഇതിപ്പോൾ കാണിക്കുന്ന 27 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നു. പോകുമ്പോൾ 27.4 ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ ബ്ലാക്ക് സ്മോക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാല് കൊടുത്ത് നല്ലോണം പഠിപ്പിച്ചു. ആ സമയത്ത് 27.1 27 എന്തായാലും കിട്ടും. 27 അതിൽ മീറ്ററിൽ കാണിക്കുന്ന പോലെ തന്നെ എന്തായാലും മൈലേജ് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ വരുന്ന വണ്ടികൾ ബൈക്കിനടക്കം ഇത്രയും മൈലേജ്, ഒരു ആക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ 35 കിലോമീറ്റർ മൈലേജ് ഉള്ളൂ. അത് കൊണ്ട് നടക്കുന്ന പോലെ നമുക്ക് 4 ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഈ ഹോണ്ടയുടെ ഇതിൽ. നല്ല മൈലേജാണ്. 27 അല്ല 29 വരെയും കിട്ടും, 30 കിലോമീറ്റർ വരെയും കിട്ടും. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അമേസ് ഉണ്ട്. അമേസ് 30-31 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് പറയുന്നത് ലോങ് ഡ്രൈവിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് ഹോണ്ടയുടെ ജാസ്, അമേസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഫാമിലി യൂസിനാണെങ്കിലും ശരി, നമുക്ക് കൂടുതൽ ഓട്ടോ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഏറ്റവും ബെസ്റ്റാണ്, ചൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്.
അതുപോലെ തന്നെ ബ്രാൻഡഡ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് സർവീസ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ സർവീസ് കോസ്റ്റൊക്കെ തന്നെ വരുള്ളൂ, ഒരുപാട് സർവീസ് കോസ്റ്റൊന്നും വരില്ല, പക്കയായിരിക്കും. അപ്പോൾ ഓരോരോ ഇടുന്ന പാർട്സുകൾ അതിൻ്റേതായ പാർട്സുകൾ നമുക്ക് ഏതൊക്കെ വേണോ, ഒറിജിനൽ ഇടേണ്ട ഭാഗത്ത് ഒറിജിനൽ തന്നെ ഇടുക, സാധാരണ നോർമൽ ഇടേണ്ട ഭാഗത്ത് നോർമൽ ഇടുക. അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ലൈഫും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ പറയാം എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട് എന്താണെന്നുള്ളത്. ഞാൻ ഫുള്ളായി ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ജാസ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തതിൽ റൈറ്റ് സൈഡിൽ ലിങ്ക് റോഡ് പോയിട്ടുണ്ട്. പിന്നെ വേറെ സസ്പെൻഷൻ പാർട്സിനും അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ ഗിയർ ബോക്സ് ഇറക്കിയിട്ടുണ്ട്. ഗിയർ ബോക്സ് ഇറക്കണമെങ്കിൽ സൈലൻസർ കാര്യങ്ങളൊക്കെ ഇറക്കിയാൽ മാത്രമേ ഒരു ബോൾട്ട് വരുന്നുണ്ട്. അത് ഈസി ആയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ അയച്ചാൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് ഈസി ആയിട്ട് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലച്ച് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. കസ്റ്റമർക്ക് ഹാർഡാണ് കംപ്ലയിൻ്റ്, അത് ഹാർഡും ഉണ്ട്, അതുപോലെ അത്യാവശ്യം നല്ല റേസും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അയച്ചിട്ടുണ്ട്. എന്താണ് ഇതിലിരുന്ന ക്ലച്ച്, എക്സ്-റേഡിയാണ് ക്ലച്ച് ഇരിക്കുന്നതിനകത്ത്. ഷോയുടെ ബ്രാൻഡ് ഇതിന് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എക്സിയുടെ ക്ലച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളെടുത്തിരിക്കുന്ന ലൂക്കിൻ്റെ ക്ലച്ചാണ്. ലൂക്കിൻ്റെ ക്ലച്ചും കാർഡോസിൻ്റെ ലിങ്ക് റോഡും ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല അതിനകത്ത്. റിലീസ് ബെയറിങ്, ക്ലച്ച് സെറ്റ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതിലേക്ക് ലോഡ് ചെയ്യാം. ജാസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനിപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് പറയാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ പക്ക ഓക്കെയാണ്, പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ പക്ക ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റഫ് റോഡിലൊന്നും ഓടിച്ചു നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലച്ചിൻ്റെ ഭാഗം അയച്ചത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ലോവർ ആം, ഡ്രൈവ് ഷാഫ്റ്റ്, ഫ്രണ്ട് സസ്പെൻഷൻ ഏകദേശം കംപ്ലീറ്റ് അയച്ചതാണ്. അപ്പോൾ നമ്മൾ റഫ് റോഡിലൊന്നും പക്ക ഓടിച്ച് സ്പീഡിലും അതുപോലെ തന്നെ കുണ്ടിലും കുഴിയിലും ഓടിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് എന്തെങ്കിലും സൗണ്ടുകളുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫിറ്റിങ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പക്കയായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, പക്കയായിട്ട് നമ്മൾ റഫ് റോഡിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡ് ഒരു സീറ്റിൻ്റെ ആണോ ഡാഷിൻ്റെ ആണോ എന്നറിയില്ല, ഏതൊരു സൈഡ് ചെറിയൊരു കിടുകിടുപ്പ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കണം, എന്തിൻ്റെ സൗണ്ടാണ് അത് വരുന്നത് എന്നുള്ളതൊന്ന് നോക്കണം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് പക്ക ഓക്കെ തന്നെയാണ്. പക്ഷേ എങ്കിൽ നമുക്ക് ടൊയോട്ടയുടെ ഒരു ഫ്രീനെസ് ഇതിനെന്തായാലും കിട്ടില്ല. നമുക്ക് നമ്മൾ ടൊയോട്ടയുടെ ഇന്നോവയ്ക്കൊക്കെ ക്ലച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെഡൽ ചവിട്ടുന്നത് അറിയില്ല, അത്രയും ഫ്രീ ആയിരിക്കും, ഫ്രീ ആയിട്ട് അങ്ങ് താന്നു പോകും. ആ ഒരു ഫ്രീനെസ് എന്തായാലും മറ്റുള്ള ഏത് വണ്ടിക്കും കിട്ടില്ല. ഇതിപ്പോൾ ജാസിനൊന്നും മാത്രമല്ല, ഹോണ്ടയ്ക്കും മാത്രമല്ല, ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ശരി, അത് ഫോർഡാണെങ്കിലും ശരി, വേറെ ഏതാണെങ്കിലും ശരി, ആ ഒരു ഫ്രീനെസ് നമുക്കില്ല. പിന്നെയും മാരുതിക്ക് നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. മാരുതിയുടെ വണ്ടികൾക്ക് നമുക്ക് ക്ലച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് തോന്നും. പക്ഷെ മറ്റുള്ള വണ്ടികൾക്ക് ആ ഒരു ഫ്രീനെസ് നമുക്ക് തോന്നില്ല. ക്ലച്ച് മാറ്റിയാലും നമുക്കൊരു ടൈറ്റ് തന്നെ ഫീലാവും. പക്ഷെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ടൈറ്റ് ആയിരുന്നു. അത് കുറേ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടൈറ്റ് വരും, പ്രഷർ ടൈറ്റിന് ആ ഒരു ടൈറ്റ് നല്ലോണം ഉണ്ടായിരുന്നു. ആ ഒരു കംപ്ലയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് റൈറ്റ് സൈഡിലെ ലിങ്ക് റോഡ് സ്റ്റെപ്പ് ലിങ്കാണ് നമ്മൾ ഇതിനകത്ത് മാറിയത്, അത് പക്ക ഓക്കെ ആയിട്ടുണ്ട്. വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല റഫ് റോഡ് ഓടിക്കുമ്പോൾ. ഇനിയിപ്പോൾ നോർമലിലൊന്ന് ഓടിച്ച് നോക്കണം. പുള്ളിങ്ങിൻ്റെ കാര്യം കൂടെ നമ്മൾ ക്ലച്ച് മാറിയത് കൊണ്ട് പുള്ളിങ്ങിൻ്റെ കാര്യം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും ഒക്കെ തന്നെയാണ്. ക്ലച്ച് മാറുമ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഗിയർ ഷിഫ്റ്റിങ്, അതുപോലെ തന്നെ വൈബ്രേഷൻ, ക്ലച്ച് വൈബ്രേഷൻ, പിന്നെ അതുപോലെ ഈ സൗണ്ടുകൾ ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. പുള്ളിങ് അത്യാവശ്യം നല്ലോണം പുള്ളിങ്ങിന് നമ്മൾ കാല് കൊടുക്കുന്നതനുസരിച്ച് കയറി അങ്ങ് പോകുന്നുണ്ട്. തേർഡിലാണെങ്കിലും ഫോർത്തിലാണെങ്കിലും നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. ആ ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ ഏത് ഗിയറാണെങ്കിലും ശരി,
ആ ഒരു ഗിയറിൽ നമ്മളൊരു ഇപ്പോൾ തേർഡ് ഗിയറിലാണെങ്കിൽ ഒരു 30-40 പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആക്സലേഷൻ കൊടുത്തിട്ട് ഒന്ന് എടുത്തിട്ട് വിടുമ്പോൾ ഒരു ചവിട്ടുമ്പോൾ ഒരു പുള്ളിങ് കിട്ടണം. അതുപോലെ 5th ഗിയർ ആകുമ്പോഴും അതിൻ്റേതായ ഗിയറിൽ ഒരു 50-60 പോയിട്ട് കാലെടുത്ത് വിടുമ്പോൾ അതുപോലെ പുള്ളിങ് അതിനകത്ത് വലിച്ചിട്ട് പോകുന്ന ഒരു ഫീൽ കിട്ടണം. എന്നാൽ മാത്രമേ ക്ലച്ചിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആകുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഈ നമ്മുടെ എഞ്ചിൻ്റെ പവർ ഡ്രോപ്പ് സംഭവിക്കുന്നത്. ക്ലച്ചിൻ്റെ ഭാഗത്ത്, ക്ലച്ച് സെൻറ്ററിലാണ്, ക്ലച്ചിൻ്റെ പ്ലേറ്റിൻ്റെ അവിടെയാണ് ഈ കംപ്ലീറ്റ് പവർ ഡ്രോപ്പ് ഉണ്ടാകുന്നത്. ആ പവർ ഡ്രോപ്പ് ഒന്നും ഇല്ലാതെ കറക്റ്റ് പ്രഷർ നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എഞ്ചിൻ്റെ പവർ കറക്റ്റ് ട്രാൻസ്മിഷനിലേക്ക് പോവുള്ളൂ. അതിപ്പോൾ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് മെയിൻ റോഡിൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ തന്നെ കവർ ചെയ്യാനും പറ്റുന്നുണ്ട്. ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ കയറി വലിച്ചങ്ങ് പോകുന്നുണ്ട് വണ്ടി. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു പതുങ്ങിയിട്ടാണ് പോകുക. വണ്ടി പുള്ളിങ്ങൊക്കെ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഭയങ്കര പതുങ്ങിയിട്ടാണ് വണ്ടി പോകുന്നത്. ഇപ്പോൾ ആ ഒരു പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആയിട്ടുണ്ട്. പിന്നെ ഈ ഹോണ്ട അമേസി ജാസ് ഇതിനൊക്കെ നമ്മൾ അത്യാവശ്യം ഈ 4th ഗിയറിൽ 40 താഴെയൊക്കെ താഴ്ന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എന്നൊരു സൗണ്ട് ഉണ്ടാവും. അത് നോർമലാണ്. നേരത്തെ എൻ്റെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത്. കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. പക്ഷേങ്കിൽ ഒരു 40 താഴെ ഇങ്ങനെ പോകുമ്പോൾ 4th ഗിയറിൽ തന്നെ ഇനി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയും. അമേസിൽ അതുപോലെ ജാസ്, WRV അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ നമ്മൾ 4th ഗിയറിലൊക്കെ 40 താഴെയൊക്കെ 40 താഴ്ന്ന് ഒരു 30 എത്തുമ്പോൾ നമ്മൾ ആക്സലേഷൻ ഒന്നും ചെയ്യണ്ട, വെറുതെ അങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്നൊരു സൗണ്ട് ഉണ്ടാവും ഉള്ളിൽ. എന്ന് വെച്ചാൽ ലോ സ്പീഡിൽ പോകുന്നതിൻ്റെ സൗണ്ട്, അത് വേറെ ഒന്നുമല്ല. ആ ഒരു സൗണ്ട് ഈ ഒരു വണ്ടികൾക്ക് എല്ലാത്തിനും ഉണ്ടാകുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.